ഇന്നാണെങ്കിൽ രാവിലെ ഇവിടെ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. ഉച്ചയ്ക്കും ജോലിയൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ദോശയും സാമ്പാറും ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആണെങ്കിൽ ഉച്ചക്കലത്തേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ, ആരും കഴിക്കാനില്ലെങ്കിൽ. അങ്ങനെ സാമ്പാർ അമ്മയുടെ വകയായിരുന്നു. ദോശയും സാമ്പാറും കൊടുത്ത് ഏട്ടനോട് വിട്ട സമയത്ത് ഞാൻ പറഞ്ഞു കറി വെക്കാനൊന്നും കിട്ടിയില്ല, മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങി തന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചു സമയം ഉണ്ടെങ്കിൽ. അങ്ങനെ ഏട്ടൻ ചിക്കൻ വാങ്ങി തന്നിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ചിക്കനുള്ള പെരട്ടെല്ലാം ഞാൻ പെരട്ടി അങ്ങ് വെച്ചു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും കൂടെ പെരട്ടി അങ്ങ് വെച്ചു. പിന്നെ അതിന് വേണ്ടുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളി എല്ലാം അങ്ങ് പൊളിച്ചു കേട്ടോ. തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവോളയും കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ പെരട്ടി മാറ്റി ചിക്കൻ അങ്ങോട്ട് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൈവെള്ളം മാത്രം തെളിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി ചിക്കൻ എടുത്ത് കഴുകി ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. നാളെയും മറ്റന്നാളും ഒക്കെ ഈ ചിക്കൻ തന്നെ ആയിരിക്കും ഇവിടെ. അങ്ങനെ അതിന് വേണ്ടുന്ന തോരന് വേണ്ടുന്ന തേങ്ങ എല്ലാം അങ്ങ് തിരുമ്മി അതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടി ഗരം മസാല പിന്നെ നമ്മുടെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. ചതയ്ക്കാവേ ചെയ്യാവൂ, അരിഞ്ഞു പോകരുത്. ചതച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി കറിവേപ്പില തോനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം തോത്തി എടുത്തു കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സാമ്പാർ പോലും എടുത്തില്ല. ഉച്ചയ്ക്ക് നമ്മുടെ തോരനും അച്ചാറും